കർത്താവ് നിങ്ങളോട് കൂടെയും അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 13 1 മുതലുള്ള തിരുവചന ഭാഗം. ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു. അവൻ ചോദിച്ചു, ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയക്കാരെയുംകാൾ കൂടുതൽ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അഥവാ സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് ജെറൂസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയുംകാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അവൻ ഈ ഉപമ പറഞ്ഞു. ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു. എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു. ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക. എന്തിന് നിലം പാഴാക്കണം? കൃഷിക്കാരൻ അവനോട് പറഞ്ഞു, യജമാനനെ, ഈ വർഷം കൂടി അത് നിൽക്കട്ടെ. ഞാൻ അതിൻ്റെ ചുവട് കളച്ച് വളമിടാം. മേലിൽ അത് ഫലം നൽകിയേക്കാം. ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നോമ്പുകാലത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഏറ്റെടുത്ത് ജീവിക്കേണ്ട ചില കാര്യങ്ങളാണ് വചന വെളിച്ചത്തിൽ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ദൈവം നമ്മെ ക്ഷണിക്കുന്നത് ശരിയായ അനുതാപത്തിലേക്ക്. യഹൂദരുടെ ഇടയിൽ ഒരു ധാരണയുണ്ടായിരുന്നു. അന്നൊക്കെ ആരെങ്കിലും തെറ്റ് ചെയ്താൽ ഉടനടി അതിനുള്ള ശിക്ഷ കിട്ടിയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അവർ ചില സംഭവങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു. ഇങ്ങനെയെല്ലാം നടന്നിട്ട് എന്തുകൊണ്ടാണ് അവിടെ ഒരു ശിക്ഷ അവർ കിട്ടിയില്ല? ഇനി ഈ ഒരു കാര്യം കേട്ട് കർത്താവ് അവരെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. നിങ്ങളിങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞ് അവരിത് കാണിച്ചിട്ട് അവർക്കൊന്നും സംഭവിച്ചില്ലല്ലോ, അങ്ങനെ നിങ്ങൾ പറയണ്ട. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ അതിനേക്കാൾ മോശമായിരിക്കും. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും നശിക്കും എന്നുള്ളത് ലൂക്ക 13-ാം അധ്യായത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. പത്രോസ്ലിയ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 2 പത്രോസ് വായിച്ചാൽ മതി. പത്രോസിൻ്റെ ലേഖനം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന് ശിക്ഷിക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, ദൈവം ദീർഘക്ഷമ കാണിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, അതല്ലെങ്കിൽ എത്രയോ പേരുടെ കാര്യം പ്രശ്നമായേനെ. വേണേ വർഷങ്ങളായിട്ട് പള്ളി പോകാത്തവരുണ്ട്, വർഷങ്ങളായിട്ട് പാപത്തിലാണെങ്കിലും ഒരു കുമ്പസാരം നടത്താത്തവരുണ്ട്. അവരുടെ മേലെല്ലാം ഉടനടി ശിക്ഷാ നടപടി എടുക്കുകയാണെങ്കിൽ എങ്ങനെ ഇരുന്നേന്? ദൈവം ദീർഘക്ഷമ കാണിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ ആ ഒരു കരുതലാണ് അവിടെ നമ്മൾ കാണുക. പക്ഷേ അതിൻ്റെ പേരിൽ നമ്മൾ മുതലെടുക്കാൻ നോക്കരുത്. സാർ നമ്മൾ പറയാറുള്ളതാണ്, ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, അതിനകത്ത് അത്ഭുതകരമായി രക്ഷപ്പെട്ടെങ്കിലും അടുത്ത ആക്സിഡൻ്റ് ഉണ്ടാകുമ്പം അതുപോലെ തന്നെ സംഭവിക്കണമെന്നില്ല. ഒരു ചക്കയിട്ട് മൊയലി എത്തെന്ന് വിചാരിച്ച് എല്ലാ പ്രാവശ്യവും മൊയലി ആകണമെന്നില്ലല്ലോ, നമ്മൾ പറയാറുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം സുരക്ഷിതനാകുന്നത് അനുദപിച്ച് ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിയുമ്പോഴാണ് എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. മോശ ദൈവത്തെ കണ്ടുമുട്ടുന്നൊരു രംഗം. പുറപ്പാട് 3-ാം അധ്യായം അവിടെ നമ്മൾ കാണുന്ന 2 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ മോശ ഒരു രംഗം കാണുന്നു. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ ഒരു രംഗം. ഒരു മുൾപ്പടർപ്പ് കത്തുന്നു.
ഈജിപ്തിലൊക്കെ ഈ ഹോളി ലാൻഡ് ടൂറിൻ്റെ ഭാഗമായിട്ട് പോയിട്ടുള്ളവർക്കറിയാം. അവിടെ ഒരു സ്ഥലത്ത് അവർ കൊണ്ട് കാണിക്കും, ഇവിടെയാണ് മുൾപ്പടർപ്പ് കത്തിയത്. അതുപോലത്തെ ഒരു മുൾപ്പടർപ്പ് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. അന്നത്തേതായിരിക്കണമെന്നില്ല, പക്ഷെ അതുപോലത്തെ ഒരു മുൾപ്പടർപ്പ്. അതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? നമ്മളൊക്കെ വീട് കത്തുന്ന കണ്ടിട്ടുണ്ടായിരിക്കാം, വാഹനം കത്തുന്ന കണ്ടിട്ടുണ്ടായിരിക്കാം, ചപ്പ് ചവറ് കത്തുന്നത് കണ്ടിട്ടുണ്ടായിരിക്കാം, വിറക് കത്തുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിൻ്റെയൊക്കെ അവസാനം എന്തായിരുന്നു? അവിടെ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് അതിൻ്റെ അവശിഷ്ടങ്ങൾ, ചാരം. ഇതങ്ങനെയല്ല, മുൾപ്പടർപ്പ് കത്തുന്നു, കത്തി ചാരമാകുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് കൺസ്യൂംഡ്. കത്തുന്നുണ്ട്, പക്ഷെ അത് ചാരമായി മാറുന്നില്ല. അതുകൊണ്ടാണ് മോശ പറഞ്ഞത്, ഇതെന്തൊരു അത്ഭുതമായ കാര്യം, ഞാൻ അടുത്തു പോയി കാണട്ടെ. നമുക്ക് ഇത് പലരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അഗ്നിയിലൂടെ നടക്കുന്ന അനുഭവം ഉണ്ടാകരുത്. അതിന് വേണേൽ ഞാൻ ഒറ്റക്കാലിൽ നിന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ അതിനും ചെയ്യാം. ഞാൻ വേണേ മുട്ടുകുത്തി കൈവരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കണോ? അതും ചെയ്യാം. ഞാൻ ഒരു നേരം നോക്കണോ? അതും ചെയ്യാം. എനിക്ക് ഈ അഗ്നിയിലൂടെ നടക്കുന്ന അനുഭവം അത് പാടില്ല. എനിക്ക് വെള്ളത്തിൽ വീഴുന്ന അനുഭവം അത് പാടില്ല. പ്രിയപ്പെട്ടവരെ, അത് പ്രായോഗികമാണോ? ശരിക്കും നമ്മൾ യെശയ്യാ 43 അധ്യായം വായിച്ചാൽ എൻ്റെ ആദ്യ വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നീ അഗ്നിയിലൂടെ നടക്കണം. നീ വെള്ളത്തിൽ വീഴും, പക്ഷേ വെള്ളം നിന്നെ മുക്കിക്കളയത്തില്ല, അഗ്നി നിന്നെ ദഹിപ്പിക്കത്തില്ല. ഇവിടെ ഈ മുൾപ്പടർപ്പിന് സംഭവിച്ചതുപോലെ കത്തുന്നു, കത്തിച്ചാരമാകുന്നില്ല. നമുക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നവും ഇല്ല, നല്ല സുഖമായിട്ട് നമ്മൾ ജീവിച്ചു പോവുകയാണെങ്കിൽ ദൈവം നല്ലവനാണെന്ന് പറയാൻ ആർക്കാ പാട്? നമുക്ക് എല്ലാവർക്കും പറയാവുന്ന കാര്യമാണ്. എന്തെളുപ്പമുള്ള കാര്യമാണ്. ഈ മിനിമം സ്നേഹമായിട്ട് മിനിമം ഭക്തിയായിട്ട് പോകാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരും. പക്ഷെ അതിനേക്കാൾ അഗ്നി പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് പറ്റും. യാക്കോബിലെ 1 അധ്യായം 12 മുതൽ വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, അഗ്നിശോധനയെ അതിജീവിച്ച വിശ്വാസം, അതാണ് കറതീർന്ന സ്വർണത്തെക്കാൾ വിലയുള്ളത്. നമുക്ക് അഗ്നിപരീക്ഷണങ്ങൾ ഉണ്ടാകണം, പ്രലോഭനങ്ങൾ ഉണ്ടാകണം. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എങ്ങനെ അതിനെ അഭിമുഖീകരിക്കുന്നു, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. മോശയെ ദൈവത്തെ അടുത്ത് കാണാൻ, അല്ലെങ്കിൽ ആ രംഗം അടുത്ത് കാണാൻ വേണ്ടി വന്നപ്പോൾ, ദൈവത്തെ കാണാൻ വന്നതിന് തുല്യ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ആദ്യം ചെരുപ്പൂരി മാറ്റും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാൻ തന്നെ ഇവിടെ അനൗൺസ് ചെയ്തിട്ടുള്ളതാണ്, നിങ്ങളെ ബുദ്ധിമുട്ടുള്ളവർ, നിങ്ങൾ ഈ സിമിൻ്റെ കാല് വെച്ച് അല്ലെങ്കിൽ ഈ തറയെ കാല് വെച്ച് രോഗം ബാധിക്കേണ്ട കാര്യമൊന്നുമില്ല. ചെരുപ്പിട്ട് കയറുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ കണ്ടിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ എല്ലാവരും തന്നെ ഷൂസും ഒക്കെ ഇട്ടാണ് പള്ളിക്കകത്ത് കയറുക. അതുകൊണ്ട് ചെരുപ്പിടുന്നത് നമുക്ക് നമ്മുടെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് ഒരു ബഹുമാനത്തിൻ്റെ, മെഴുകിയ തറയാണേലും അവിടെ ചെരുപ്പൂരിയിട്ടിട്ട് കയറി ചവിട്ടി നിൽക്കുന്നവരെ കാണാൻ പറ്റും. നമ്മളൊരു ബഹുമാനം കൊടുക്കുന്നതിൻ്റെ ഭാഗം. പക്ഷെ അതിനകത്ത് വലിയ ആത്മീയതയൊന്നും കൽപ്പിക്കാനൊന്നുമില്ല. ദൈവം ആവശ്യപ്പെട്ട ഒരു കാര്യം, നിന്റെ ചെരുപ്പൂരി മാറ്റുക എന്ന് പറഞ്ഞാൽ നിന്റെ പാപം വെടിയുക. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എഫേസസ് 6 അധ്യായം 10 മുതലുള്ള വചനഭാഗം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നീ ചെരുപ്പ് അണിയണം എന്നാണ്. ഏതായിരുന്നു ആ ചെരുപ്പ്? സമാധാനം ഷൂസായിട്ട് നീ അണിയുക. ശരിക്കും നമ്മൾ ഉപേക്ഷിക്കേണ്ട ഒന്ന്, അത് ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം. ഇതാണ് ഈ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായിട്ട് നമ്മളെ പഠിപ്പിക്കുക. ഉപേക്ഷിക്കേണ്ടത് എന്താണ്? പാപം അഴിച്ചു മാറ്റുക, പാപം വെടിയുക, എന്നിട്ട് നീ എൻ്റെ അടുത്തേക്ക് വരിക. ഇനി അങ്ങനെ ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സമാധാനം. നമ്മുടെ സമാധാനം കെടുത്തുന്നത് കടബാധ്യതയൊന്നുമല്ല. നമ്മുടെ സമാധാനം കെടുത്തുന്നത് ശാരീരിക രോഗങ്ങളൊന്നുമല്ല. ഒരു കന്യാസ്ത്രീ, ക്യാൻസർ ബാധിച്ച കന്യാസ്ത്രീ, അവരുടെ ഒരു ഫോട്ടോ ഇങ്ങനെ വാട്സപ്പിലൊക്കെ ഉണ്ടായിരുന്നു, അയച്ചെന്ന കണ്ടു കഴിഞ്ഞാൽ അവരുടെ മുഖത്തോട് നോക്കിയാൽ എന്തൊരു തേജസ്. ഇത് കഴിഞ്ഞ് അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഫോട്ടോയും കൂടി എടുത്ത് അയച്ചു. അത് ജീവിച്ചിരുന്നപ്പോഴത്തെ തേജസ്സിനേക്കാൾ വലിയ തേജസ്സോടുകൂടി. ഇവർക്ക് ക്യാൻസർ വന്നിട്ട് ഇവരുടെ സമാധാനം പോയോ? പോയില്ല. തേജസ് നഷ്ടപ്പെട്ടോ? ഒന്നുമില്ല.
ഒരാരോഗ്യ പ്രശ്നവും ഇല്ലാഞ്ഞിട്ട് ഒരു തേജസ്സും ഇല്ലാതെ ജീവിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ സുഖമായ ഒരു ജീവിതം അതല്ല സമാധാനം തരുന്നത്. നമുക്ക് ഈ ഭൂമിയിൽ കുറച്ച് സുരക്ഷിതത്വം ഉണ്ടാകുന്നത് അതല്ല സമാധാനം തരുന്നത്. അത് പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ സമാധാനം പോകണമെന്നുമില്ല. ശരിക്കും ദൈവത്തിൽ സമാധാനം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ. അപ്പം അതുകൊണ്ട് യെശയ്യായുടെ പുസ്തകം 57 59 2 അധ്യായങ്ങൾ വായിച്ചാൽ മതി. പാപിക്കൊരിക്കലും സമാധാനം ഉണ്ടാകില്ല. നമ്മുടെ സമാധാനം കെടുത്തുന്ന കാര്യം നമ്മുടെ പാപമാണ്. അത് വെടിയാനാണ്, ആ ഷൂസ് ഊരി മാറ്റാനാണ് ദൈവം പറഞ്ഞത്. അത് ചെയ്യുന്നവർക്ക് ദൈവത്തോട് അടുക്കാൻ പറ്റും, ദൈവത്തെ കാണാൻ പറ്റും, ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കാം. ഇന്നത്തെ രണ്ടാം വായന നമ്മൾ 1 കൊരിന്ത്യർ 10 അധ്യായത്തിൻ്റെ ഒരു ഭാഗമാണ്. അവിടെ നമ്മൾ കാണുന്നു പഴയ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ഇസ്രായേൽ സമുദ്രത്തിൽ സ്നാനപ്പെട്ടവരാണ്. ഇസ്രായേൽ മേഘസ്തംഭത്തിൽ സ്നാനപ്പെട്ടവരാണ്. ഇസ്രായേൽ ജനം പുറപ്പാട് 13:17 മുതൽ വായിച്ചാൽ പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം. അങ്ങനെ ദൈവം അവരുടെ കൂടെ നിന്ന് അവര് സ്നാനമേറ്റവരാണ്. ഇനി അവര് ആത്മീയ പാല് കുടിച്ചത് യേശുവിൽ നിന്നാണ് എന്ന് ഇന്നത്തെ വായനയിൽ നമ്മൾ കേട്ടതാണ്. പുതിയ ഇസ്രായേലായ ആണെങ്കിലും നമ്മൾ ഈ സ്നാനമേറ്റ് ഈ പാല്, ശുദ്ധമായ പാല് നമ്മൾ കുടിക്കേണ്ടവരാണ്. എന്താണത്? അഭിഷേകം. 1 യോഹന്നാൻ 2 അധ്യായം 20 27 വായിച്ചാൽ അവിടെ കാണാൻ സാധിക്കും, അഭിഷിക്തനിൽ നിന്നും അഭിഷേകം ലഭിച്ചവരാണ് ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും. പുതിയ ഇസ്രായേലായ നമ്മൾ അഭിഷേകത്തോടെ ജീവിക്കാൻ വിളിക്കപ്പെട്ട വ്യക്തികളാണ്. ഇത് പലരുടെയും പ്രശ്നം അതില്ലാത്തതാണ്. അതില്ലാത്തതുകൊണ്ട് ചെറിയൊരു രോഗം വന്നാൽ മതി മുഖം പാടും, ചെറിയൊരു പ്രശ്നം വന്നാൽ മതി ടെൻഷൻ മൂക്കും. അങ്ങനെ ആകപ്പാടെ അസ്വസ്ഥതയും അസമാധാനവുമായിട്ട് ജീവിക്കുന്ന അവസ്ഥ. നമുക്ക് വേണ്ടത് ദൈവം നൽകുന്ന ആ ഒരു സമാധാനം, പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ ഒരു അഭിഷേകം. അഭിഷേകമുള്ളവരായി മാറിയാൽ ഒന്നിനും നമ്മളെ കുലുക്കാൻ പറ്റത്തില്ല. സങ്കീർത്തനം 112 7 വചനത്തിന്റെ സന്ദേശം അതാണ്, ഞാൻ കുലുങ്ങത്തില്ല, ദുർവാർത്ത കേട്ടാലും ഞാൻ കുലുങ്ങത്തില്ല. കാരണം പറഞ്ഞിരിക്കുന്നത്, ഞാൻ ആശ്രയിക്കുന്നത് ദൈവത്തിലാണ്. കർത്താവാണ് എൻ്റെ കോട്ടയും എൻ്റെ സംരക്ഷണവും, അതുകൊണ്ട് ഞാൻ കുലുങ്ങത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേൽക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. അവര് ശരിക്കും ചിതറിക്കപ്പെട്ടു, അവരിൽ പലരും മരണപ്പെട്ടു. ഈ സ്നാനം സ്വീകരിച്ചവരായിരുന്നു. മേഘസ്തംഭത്തിലൂടെ സ്നാനം സ്വീകരിച്ചവര്, ചെങ്കടലിൽ സ്നാനം സ്വീകരിച്ചവര്, അവിടെയെല്ലാം ദൈവം അവരുടെ കൂടെ നിന്ന് അവരെ സംരക്ഷിച്ചതാണ്. എന്നിട്ട് അവർ ജീവിക്കേണ്ട പോലെ ജീവിച്ചില്ല. അതേ പുതിയ ഇസ്രായേലായ നമ്മുടെ കാര്യമാണേലും നമ്മൾ നമ്മുടെ വിളിക്കനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കാം? അതാണ് കർത്താവ് സുവിശേഷത്തിൽ പറഞ്ഞത്, നിങ്ങളും അതുപോലെ തന്നെ നശിക്കും. പഴയ ഇസ്രായേലിൽ പലരും ചിതറിക്കപ്പെട്ടു, പലരും മരണപ്പെട്ടു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാമെന്ന് വിളിക്കനുസരിച്ച് നമ്മൾ ജീവിക്കുന്നില്ലെങ്കിൽ. അപ്പം അതുകൊണ്ട് ഈ അനുതാപത്തിലേക്ക് നമ്മൾ വരിക, പശ്ചാത്താപത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 3 വർഷം ആ ഉടമസ്ഥൻ നോക്കിയിട്ട് ഫലം കാണാതിരുന്ന അത്തിവൃക്ഷം. ഇനി അവൻ പറഞ്ഞു, ഇത് വെട്ടിക്കളഞ്ഞേക്കാം. കൃഷിക്കാരൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമുക്ക് 1 വർഷം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. പിതാവായ ദൈവത്തിന് മുമ്പിൽ യേശു നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ഇരിക്കണേ. വർഷങ്ങളായിട്ട് നമ്മൾ അനുദപിച്ചിട്ടില്ല, മാനസാന്തരപ്പെട്ടിട്ടില്ല, നന്മയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിലും ദീർഘക്ഷമ കാണിച്ചുകൊണ്ടിരിക്കുക ദൈവം. ദീർഘക്ഷമ, കാരണം അവൻ്റെ സ്വഭാവം അതായതുകൊണ്ട്. പക്ഷെ നമ്മൾ മുതലെടുക്കാൻ നോക്കരുത് എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 1 കൊരിന്ത്യർ 10 അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നു 2 പാപങ്ങൾ. ഇനി അതിൽ ഒന്നാമത്തെ കാര്യം, അവര് വിഗ്രഹാരാധന നടത്തി. വിശ്വാസത്യാഗം, അത് വളരെ ഗൗരവമുള്ളൊരു പാപമാണെന്ന് 4ാം ക്ലാസ് പഠിച്ചിട്ടുള്ള കുട്ടിക്ക് പോലും അറിയാം, ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ.
നമ്മൾ ഒന്നാം കൽപ്പനയുടെ ലംഘനം, എന്തെങ്കിലും കാര്യം നടക്കാൻ വേണ്ടി നമ്മുടെ വിശ്വാസം പോലും ത്യജിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി. അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് നമ്മളിവിടെ കുറേ നാളിലൂടെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? കുറേ നമ്മൾ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? യെശയ്യാ 47:12 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കാർന്നോന്മാരായിട്ട് തുടങ്ങിയ ഒരു കാര്യമാണ് ക്ഷുദ്രപ്രയോഗം, മാന്ത്രിക വിദ്യ. അത് നിങ്ങളും തുടർന്നു. എന്നിട്ട് അവിടെ പറയാണ്, താൽക്കാലികമായ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകാം, അവ നിങ്ങളിൽ ഭീതി ജനിപ്പിച്ചേക്കാം. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, അവ വൈക്കോൽ തുരുമ്പ് പോലെയാണ്, അവസാനം കത്തി ചാരമാവും. നമ്മൾ ഈ എൻ്റെ റിസൾട്ട് അത് മറന്നു പോകരുത്. താൽക്കാലികമായിട്ടുള്ള നേട്ടങ്ങൾ നമുക്കുണ്ടാകാം, പക്ഷേ അവസാനം നീ കത്തി ചാരമാകും. ഇതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ജോബിൻ്റെ കാര്യം. ജോബിൻ്റെ എൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അത് ശുഭമായിരുന്നു. അതിന് ഇടക്കാലം കൊണ്ട് കുറേ ദുരിതങ്ങളൊക്കെ സംഭവിച്ചു. ഉടനെ അവന് കൂടാത്രം ചെയ്യാൻ വേണ്ടി ഓടുകയാണോ ചെയ്തത്? അവൻ പൂജാരിയുടെ അടുത്തേക്ക് ഓടുകയാണോ ചെയ്തത്? ഒന്നും ചെയ്തില്ല. അവൻ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ജോബ് 42 അധ്യായം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, കർത്താവ് അവൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിച്ചു. കുറേ നഷ്ടങ്ങൾ വന്നെങ്കിൽ ഇരട്ടിയായിട്ട് അതെല്ലാം അവന് തിരിച്ചു കൊടുക്കുന്ന രംഗമാണ് അവിടെ നമ്മൾ കാണുക. ഏത് വേണം നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സ്വർഗത്തിൽ പോകണോ, വിശ്വാസം ബലികഴിച്ചുകൊണ്ട് പോലും ഈ ഭൂമിയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി നമ്മുടെ ജീവിതം സുഗമമാക്കണോ, ഏത് വേണേലും നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ അറിയാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പാപം. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ടതാണ്, മോശ ചോദിച്ചൊരു ചോദ്യം. ഞാൻ അവിടെ ചെല്ലുമ്പം അവരെന്നോട് ചോദിക്കും, ഇതാരാ നിന്നെ പറഞ്ഞു വിട്ടേ? ആ ദൈവത്തിൻ്റെ പേരെന്താണ്? അതുകൊണ്ട് നിന്റെ പേരൊന്ന് പറയാവോ? പുറപ്പാട് 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം ദൈവം പറഞ്ഞൊരു കാര്യം, ഞാൻ തന്നെ, ഐ ആം ഹു ആം എന്ന് പറഞ്ഞാൽ ഐ ആം ദ വൺ ഹു എക്സിസ്റ്റ്. ഞാൻ അസ്തിത്വമുള്ളവൻ. നമ്മളൊക്കെ കുറച്ചാൾ കഴിയുമ്പോൾ മരിക്കേണ്ടവരാ. ഇവിടെ ഈ ശരീരം ഇല്ലാതാകും, ഇവിടെ ആത്മാവ് സ്വർഗത്തിലേക്ക് മടങ്ങണം. ഇനി ഇവിടെ ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞിരിക്കുകയാണ്, ഐ ആം ദ വൺ ഹു എക്സിസ്റ്റ്. ഞാൻ തന്നെ. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 24-28 വായിച്ച 2 പ്രാവശ്യം അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. മാരക പാപത്തിൽ മരിച്ച് നിത്യനാശം സംഭവിക്കാൻ വ്യഭിചാരമൊന്നും ചെയ്യണമെന്നില്ല, കൊലപാതകമൊന്നും ചെയ്യണമെന്നില്ല. ചിലർക്ക് അങ്ങനെയുള്ള കുറച്ച് പാപങ്ങളുടെ ഒരു ലിസ്റ്റുണ്ട്. അത് ചെയ്യാത്തിടത്തോളം കാലം എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ കുമ്പസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതല്ല ഇവിടെ കർത്താവ് പഠിപ്പിക്കുക. ഞാൻ തന്നെ എന്ന് നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ, വിശ്വസിക്കണമെങ്കിൽ ആ ദൈവത്തെ നമ്മൾ അറിയണം. സ്നേഹിക്കാനും ദൈവത്തിൽ വിശ്വസിക്കാനും നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. 1 യോഹന്നാൻ 4:8 പറഞ്ഞിരിക്കുന്നതാ, നീ ദൈവത്തെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നീ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ആ ദൈവത്തെ അറിഞ്ഞ് ആ ദൈവത്തെ സ്നേഹിച്ച് അനുസരിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ദൈവമക്കള്. അതിന് നമ്മൾ തയ്യാറാകുമ്പോൾ അതാണ് നമുക്ക് രക്ഷപ്രദാനം ചെയ്യുന്നത് എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാതിരിക്കാം. നമ്മുടെ പാപങ്ങൾ മൂടി വയ്ക്കുന്നതിനേക്കാൾ അത് അംഗീകരിച്ച് അനുതപിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് തിരിയുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.